മാജിക് വേർഡ്സ്. വാക്കുകൾക്ക് വലിയ ആകർഷണ ശക്തിയാണുള്ളത്. രാഷ്ട്രീയക്കാർ, സാഹിത്യകാരന്മാർ, പ്രാസംഗികർ, ബിസിനസ്, സെയിൽസ്, മാർക്കറ്റിംഗ് എന്നിവർ വാക്കുകളുടെ മാന്ത്രിക ശക്തി ഉപയോഗിക്കുന്നവരാണ്. പരസ്പരമുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാനും വാക്കുകൾ നമ്മളെ സഹായിക്കുന്നു. മറ്റുള്ളവരെ സ്വാധീനിക്കുവാൻ സഹായിക്കുന്ന ചില മാജിക് വേർഡ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ധാരാളം പേർ വായിച്ച് ജീവിതത്തിൽ പകർത്തിയ എക്സാക്ട്ലി വാട്ട് ടു സേ എന്ന പുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഫില്ലം ജോൺസ് ആണ് പുസ്തകത്തിൻ്റെ രചയിതാവ്. എന്ത് കാര്യം എങ്ങനെ എപ്പോൾ പറയണം, അങ്ങനെ പറയുന്നതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നതാണ് ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. നിങ്ങളുടെ പക്കൽ മികച്ച സേവനം, മികച്ച പ്രോഡക്റ്റ്, മികച്ച ആശയം എന്നിവ ഉണ്ടായേക്കാം. എന്നാൽ കേൾവിക്കാർ അത് എങ്ങനെ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം വരാം. ഈ സംശയം മാറ്റാനും വഴിയുണ്ട്. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കാനായി മാന്ത്രിക ശക്തിയുള്ള ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ മാന്ത്രികമായ ഫലങ്ങൾ കൊണ്ടുവരും. അതിലൊന്നാണ് പക്ഷേ എന്ന വാക്ക്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഏറ്റവും ശരിയായ സ്ഥാനത്ത് പക്ഷേ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾ വിചാരിക്കാത്ത പോസിറ്റീവായ റിസൾട്ട് കൊണ്ടുവരും. കേൾവിക്കാർക്ക് മനസ്സിലാവാതെ തന്നെ അവരെ സ്വാധീനിക്കാൻ ആ വാക്കിന് കഴിയും. അതുതന്നെയാണ് ആ വാക്കിൻ്റെ മാജിക്. ഒരു ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കാൻ കഴിയും. യെസ് ബട്ട് നോ എന്നതാണ് ഒരു ഉദാഹരണം. നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യം പറയാൻ മറ്റൊരാൾ ശ്രമിക്കുമ്പോൾ നമ്മൾ ആ സാഹചര്യം എങ്ങനെ നേരിടും? അവിടെയാണ് യെസ് ബട്ട് നോ ഉപയോഗിക്കേണ്ടത്. അതെ, നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷേ അതിന് മറ്റൊരു വശം കൂടിയുണ്ട് എന്ന് നമുക്ക് പറയാം. ഇങ്ങനെ നമുക്ക് നമ്മുടെ ഭാഗം മനോഹരമായി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കും. ഇവിടെ നമ്മളെ അതിനായി സഹായിച്ചത് ബട്ട് അല്ലെങ്കിൽ പക്ഷേ എന്ന വാക്കാണ്. നമ്മൾ അയാളെ ബഹുമാനിച്ചുകൊണ്ടാണ് മറ്റൊരു അഭിപ്രായം പറഞ്ഞത്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അവരെ ബഹുമാനിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഭാഗം കേൾക്കാൻ അയാൾ തയ്യാറാവുന്നു. ഒരു യെസിന് ശേഷം വരുന്ന ബട്ട് അഥവാ പക്ഷേ എന്ന വാക്കുകൊണ്ട് നമ്മൾ അയാളെ നമ്മുടെ പക്ഷത്താക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ ബട്ട് എന്ന വാക്കിന്റെ ശക്തി? ഇനി മറ്റൊരു ഉദാഹരണത്തിലേക്ക് വരാം. നിങ്ങൾക്കൊരു പുതിയ കാര്യം പറയാനുണ്ട്, അല്ലെങ്കിൽ ഒരു ആശയം പറയാനുണ്ട്, അഥവാ ഒരു സർവീസ് നൽകാനുണ്ട് എന്നിരിക്കട്ടെ. കേൾക്കുന്നയാൾ അത് റിജക്റ്റ് ചെയ്യുമെന്ന പേടിയിൽ നിങ്ങൾ പറയാതിരിക്കുകയാണ്. ഇവിടെയും നമ്മുടെ രക്ഷയ്ക്കായി എത്തുന്നത് പക്ഷേ എന്ന വാക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇങ്ങനെ തുടങ്ങാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്നറിയില്ല, പക്ഷേ മറ്റൊരാൾ ഈ കാര്യം ചെയ്തത് വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കി. നിങ്ങൾ നന്നായി ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കാനുണ്ട് എന്നിങ്ങനെ നിങ്ങളുടെ വാചകങ്ങളിൽ പക്ഷേ എന്ന വാക്ക് ചേർക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് ഉണ്ടാക്കാൻ ആ വാചകത്തിന് കഴിയും. കാരണം വളരെ സൈക്കോളജിക്കലായ ഒരു തന്ത്രമാണ് നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. കേൾക്കുന്നയാളിൽ അവർ അറിയാതെ തന്നെ ഒരു പ്രഷർ കൊടുക്കുകയാണ് ആ വാക്ക്. പ്രത്യക്ഷത്തിൽ ഒരു പ്രഷർ ഉള്ളതായി തോന്നുകയുമില്ല. എന്നാൽ അവിടെ ഒരു തീരുമാനത്തിലേക്ക് അയാൾ എത്തിച്ചേരേണ്ടി വരുന്നു. ഒരിക്കൽ കൂടി ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരുന്നു. ഈ രീതിയിൽ പക്ഷേ എന്ന വാക്കിനൊപ്പം ചേർത്ത് പറയാനുള്ള കാര്യം പറയുമ്പോൾ അത് കേൾവിക്കാരനിൽ വലിയ കൗതുകവും കൂടി ഉണ്ടാക്കുന്നു. ആ കൗതുകത്തിൽ നിന്ന് കൂടുതൽ അറിയാനും ഒരു ആക്ഷനിലേക്ക് വരാനും അവർ ശ്രമിക്കും. നിങ്ങളുടെ സുഹൃത്തിനോട് പോലും നിങ്ങൾക്ക് ഈ രീതിയിൽ ഒരു കാര്യം ആവശ്യപ്പെടാം. ഉദാഹരണത്തിന്, ഈ ശനിയാഴ്ച ഞാൻ നിങ്ങൾക്കൊപ്പം പുറത്തു പോകാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾക്കത് ഇഷ്ടമാകുമോ എന്നറിയില്ല എന്ന് പറയുമ്പോൾ ഒരു കൈ നോക്കാൻ കേൾക്കുന്നയാൾക്ക് ആഗ്രഹം തോന്നും എന്ന് ചുരുക്കം. എന്നാൽ ഇത് പോരാ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കുറച്ചുകൂടി വലിയ സ്റ്റെപ്പ് ആവശ്യമാണ് എന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് പറയാൻ മറ്റൊരു വാക്കുണ്ട്. അതാണ് ഓപ്പൺ മൈൻഡഡ്. നിങ്ങൾ തുറന്ന മനസ്സുള്ള ആളാണ് എന്ന് തോന്നുന്നത് കൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭാഷണം തുടങ്ങാം. ഈ വാചകം അവരിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം ചെറുതല്ല. അങ്ങനെ നിങ്ങൾ സംഭാഷണം തുടങ്ങുമ്പോൾ വളരെ പോസിറ്റീവായി പ്രതികരിക്കാൻ അവർ തയ്യാറാകും. കാരണം നിങ്ങൾ വിശാലമായ മനസ്സിനുടമയാണ് എന്ന് നമ്മൾ അവരോട് പറയുമ്പോൾ അവരെ യഥാർത്ഥത്തിൽ നമ്മൾ ചലഞ്ച് ചെയ്യുകയാണ്. അതായത് നമ്മൾ പറയുന്ന കാര്യം അവർ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർ ഓപ്പൺ മൈൻഡഡ് അല്ല എന്നാകും. അഥവാ അവർ വിശാലമായ മനസ്സുള്ളവരല്ല എന്ന് അർത്ഥമാകും. ഓപ്പൺ മൈൻഡ് അല്ലാത്ത ഒരാളായി മറ്റുള്ളവരുടെ മുൻപിൽ നിൽക്കാൻ ആരും ആഗ്രഹിക്കില്ല. ഇതാണ് നമ്മൾ അവർക്ക് നൽകുന്ന ചലഞ്ച്.
നമ്മുടെ ആശയം മറ്റൊരാൾ സ്വീകരിക്കാൻ 50-50 ചാൻസ് ആണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ആ ചാൻസ് 90% വർദ്ധിക്കുന്നു. ഇതേ രീതിയിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആകട്ടെ, ബിസിനസ് ആകട്ടെ, ജോലിക്കാര്യമാകട്ടെ, ഇത്തരം വാക്കുകൾ പലപ്പോഴും നിങ്ങളുടെ രക്ഷയ്ക്കെത്തും. ഇതുവരെ നിങ്ങൾക്ക് ഈ വാക്ക് പരീക്ഷിച്ചിട്ടില്ല എങ്കിൽ അടുത്ത തവണ ഈ മാജിക് ഉപയോഗിച്ചു നോക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന റിസൾട്ട് കിട്ടുമെന്ന് ഗ്രന്ഥകാരൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. മാജിക് വാക്കുകൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതുവരെ കേട്ടതിൽ വെച്ച് ഏറ്റവും സ്വാധീനിച്ച വാക്കുകളിൽ ഒന്നാണ് ഇനി പറയുന്നത്. ദ ന്യൂ 1 മിനിറ്റ് മാനേജർ എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ സംഗ്രഹം ഞാൻ കേട്ടത് കുക്കു FM-ലൂടെയാണ്. ഒരു സ്ഥാപനത്തിലെ തൊഴിലാളികളെ ബുദ്ധിപൂർവ്വം എങ്ങനെ നിയന്ത്രിക്കാമെന്ന് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിവരിക്കുന്ന പുസ്തകമാണ് ദ ന്യൂ 1 മിനിറ്റ് മാനേജർ. ജീവിതത്തിൽ ഏതു മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ പുസ്തകം ഒരു വഴികാട്ടിയാണ്. പണ്ട് ഒരിടത്ത് എന്നാണ് ആ വാക്കുകൾ. അതെ, നമ്മുടെ ബാല്യത്തിൽ എല്ലാ മുത്തശ്ശി കഥകളുടെയും തുടക്കത്തിൽ കേട്ട അതേ വാക്കുകൾ. ആ വാക്കുകളുടെ ചിറകിൽ നമ്മൾ കഥകളിലെ ലോകത്തേക്ക് എളുപ്പത്തിൽ പറന്നിറങ്ങി. കഥ തീരും വരെ അവിടെ കഴിഞ്ഞു. കഥ കഴിഞ്ഞിട്ടും നമ്മൾ മനസ്സുകൊണ്ട് അവിടെ തുടർന്നു. ആ വാക്കിന്റെ മാന്ത്രികതയിൽ നമ്മൾ കാലങ്ങൾ പിന്നിട്ടു. പണ്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ വലിയൊരു കിക്കാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള വാക്കുകളിലൂടെ മറ്റൊരു കാലത്തേക്ക് യാത്ര ചെയ്യാൻ നമ്മുടെ മനസ്സ് തയ്യാറാകുന്നു. കഥകളിലൂടെ പണ്ടുകാലത്തേക്കാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ മുതിർന്നു. ഇനി നമുക്ക് ഭാവിയിലേക്കാണ് പോകേണ്ടത്. മുതിർന്നവർ എപ്പോഴും ആഗ്രഹിക്കുന്നത് മനോഹരമായ, ഭദ്രമായ ഭാവി കാണാനാണ്. അത്തരമൊരു ഭാവി അവർക്ക് മുന്നിൽ വരച്ചിടാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമാകും. ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഇമാജിൻ എന്ന വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ സങ്കല്പിച്ചു നോക്കൂ, അടുത്ത 10 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ഭാവി എത്ര മനോഹരമായിരിക്കും എന്നിങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കണം. അവർ കാണാൻ ആഗ്രഹിക്കുന്ന ഭാവി വരച്ചിടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനാകും. പ്രത്യേകിച്ച് നിങ്ങൾ ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫിനാൻസ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത് എങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളിങ്ങനെ സങ്കല്പിക്കൂ എന്നെല്ലാം പറയാം. ഇത്തരത്തിൽ ഭാവിയിലേക്ക് കൊണ്ടുപോയി ആളുകൾക്ക് മോട്ടിവേഷൻ നൽകുന്നത് കണ്ടിട്ടില്ലേ? അടുത്ത 6 മാസത്തെ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കൂ എന്ന് മോട്ടിവേഷൻ സ്പീക്കർ പറയാറുണ്ട്. ഈ രീതിയിൽ കേൾവിക്കാരുടെ മനസ്സ് സെറ്റ് ചെയ്ത ശേഷം അവരുടെ ഭാവിയെ വരച്ചു കാണിക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഇമാജിൻ എന്ന വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്തതായി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഏറ്റവും എഫക്റ്റീവ് ആക്കാനുള്ള വഴിയാണ് ഓപ്ഷൻ. ഓപ്ഷൻ എന്ന വാക്ക് ഉപയോഗിക്കുകയല്ല, മറിച്ച് ഓപ്ഷൻ നൽകുക. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു ബിസിനസ് ഉടമയാണെങ്കിൽ, സെയിൽസിൽ ഉള്ളവരാണെങ്കിൽ, ബിസിനസ് പ്രൊഫഷണൽ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഗുണകരമാകുന്ന ഒന്നാണിത്. നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഒരാളെ പുതിയതായി ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുമ്പോൾ അവർക്ക് ആവശ്യമായ ഓപ്ഷൻ നൽകാം. ഉദാഹരണത്തിന്, ഇപ്പോഴുള്ള ജോലിയിൽ തുടർന്നുകൊണ്ടും അവർക്ക് ബിസിനസ് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സാധ്യത നൽകിക്കൊണ്ട് സംഭാഷണം ആരംഭിക്കുമ്പോൾ അവർ നിങ്ങളെ വിശ്വാസത്തിലേക്ക് എടുക്കുന്നു. ഇത്തരത്തിൽ ഓപ്ഷൻ നൽകുമ്പോൾ ഒരു തീരുമാനമെടുക്കാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ്. അപ്പോൾ അവർ നമുക്ക് അനുകൂലമായ തീരുമാനത്തിലേക്കെത്തും. അതിനുള്ള സാധ്യത വർദ്ധിക്കുന്നു. നിങ്ങൾ നൽകുന്ന ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള റിസൾട്ട് കൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഓപ്ഷൻ നൽകാൻ ഇനിയും വഴിയുണ്ട്. മറ്റൊരു ഉദാഹരണം, ലോകത്ത് 2 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് മാറ്റത്തെ അംഗീകരിക്കുന്നവർ, രണ്ടാമത്തേത് പഴയ രീതിയിൽ തുടരുന്നവർ. നിങ്ങൾ ഏതിലാണ് ഉൾപ്പെടുക എന്ന് അവരോട് തന്നെ ചോദിക്കുക. മാറ്റത്തെ ഉൾക്കൊള്ളാനാണ് കൂടുതൽ പേരും ആഗ്രഹിക്കുക. അപ്പോൾ അവർ നിങ്ങളുടെ ഓപ്ഷൻ സ്വീകരിക്കാനുള്ള സാധ്യത കൂടുകയാണ്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമുള്ള റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഇനി നിങ്ങൾ പറയേണ്ടത് 3 കൊച്ചു വാക്കുകൾ ഒരുമിച്ചാണ്. ആ 3 കൊച്ചു വാക്കുകൾ ഒരുമിച്ച് ചേരുമ്പോൾ അസാധ്യമായത് സാധ്യമാകും. ഇമ്പോസിബിൾ എന്ന് നിങ്ങൾ കരുതിയ കാര്യം പോസിബിൾ ആകും. ആ 3 വാക്കുകൾ ഏതാണ്? 1 ഗുഡ് ന്യൂസ് എന്നതാണ് ആ വാക്കുകൾ. ഒരു നല്ല വാർത്ത എന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. അസാധ്യമെന്ന് കേൾവിക്കാരന് തോന്നുന്ന കാര്യം സാധ്യമാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ 3 വാക്കുകൾ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആൾക്ക് ഒരുപക്ഷേ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം അല്ലെങ്കിൽ ബിസിനസ് നല്ലതായി തോന്നാം. എന്നാൽ ഇത് എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് ഒട്ടും ഉറപ്പുണ്ടായിരിക്കില്ല. അങ്ങനെയൊരു സംശയം കേൾവിക്കാർക്ക് തോന്നുമ്പോൾ ഈ വാക്കുകൾ ഉപയോഗിക്കാം.
ഉദാഹരണത്തിന്, ഈ ബിസിനസ് ആശയം പുതിയതാണ്. ഇതിലെ ഒരു നല്ല വാർത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലെ ധാരാളം തുടക്കക്കാർ ഇക്കാര്യം ചെയ്ത് വിജയിച്ചിട്ടുണ്ട് എന്നതാണ്. ഇത് നിങ്ങൾക്കും സാധ്യമാണ് എന്ന ഉറപ്പാണ് നമ്മൾ ഈ 3 വാക്കുകൾ കൊണ്ട് അവർക്ക് നൽകുന്നത്. ചിലപ്പോൾ മാറ്റത്തിന് തയ്യാറല്ലാത്ത ആളുകൾക്ക് മുന്നിലാണ് നമ്മൾക്ക് പുതിയ ആശയങ്ങൾ പറയേണ്ടി വരിക. അങ്ങനെയുള്ള അവസരങ്ങളിൽ കാര്യങ്ങൾ ഈ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ആശയം അല്ലെങ്കിൽ ബിസിനസ് റിജക്റ്റ് ആവില്ല എന്ന് മാത്രമല്ല, അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. നെഗറ്റീവായി തോന്നുന്ന ഒരു കാര്യത്തെ പോസിറ്റീവാക്കാൻ ശക്തിയുള്ള 3 കൊച്ചു വാക്കുകളാണിത്. ആ വാക്കുകളിലൂടെ നമ്മൾ അവർക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ ഇമ്പോസിബിൾ എന്ന് തോന്നിയത്, അസാധ്യമെന്ന് ഒരു നിമിഷം മുമ്പ് വരെ തോന്നിയ കാര്യം ഒക്കെ സാധ്യമാവുകയാണ് ഈ 3 കൊച്ചു വാക്കുകളുടെ പവറിലൂടെ. ഇത്തരം പവർഫുൾ വാക്കുകളുടെ ഉപയോഗത്തിലൂടെ ജീവിതത്തിൽ പുതിയ നേട്ടങ്ങളിലേക്ക് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. കണ്ണ് നിറയാനും മനസ്സ് നിറയാനും ഒരു വാക്ക് മതി. അർത്ഥത്തിലല്ല, ഉപയോഗിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പൊരുൾ. ഒരൊറ്റ വാക്കുകൊണ്ട് ഉപേക്ഷിച്ചത് 1000 വാക്കുകൊണ്ട് പോലും നേടിയെടുക്കാനാകില്ല. നാം പറയുന്ന വാക്കുകൾ വളരെ സൂക്ഷിച്ചു മാത്രം ഉപയോഗിക്കുക. കാരണം കേട്ടയാൾക്ക് അത് പൊറുക്കാൻ മാത്രമേ സാധിക്കൂ, മറക്കാൻ സാധിക്കുകയില്ല. വാക്കുകൾക്ക് പ്രകാശമുണ്ട്, എന്നാൽ അതേസമയം കൂരിരുട്ട് സൃഷ്ടിക്കാനും വാക്കുകൾക്ക് കഴിയും. ആയുധത്തേക്കാൾ മൂർച്ചയുണ്ട് വാക്കുകൾക്ക്. ഒരേ സമയം മുറിവുണ്ടാക്കാനും അതുണക്കാനും നാം പറയുന്ന വാക്കുകൾക്ക് കഴിയും എന്നതാണ് സത്യം. നാം പറയുന്ന വാക്കുകളിൽ പ്രത്യാശയുമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. നല്ല വാക്കു പറഞ്ഞു കേൾക്കുമ്പോൾ മനസ്സ് ശുദ്ധമാകുന്നു. നീച പദങ്ങൾ കേൾക്കുമ്പോൾ മനസ്സ് മലിനമാകുന്നു. നമ്മുടെ വാക്കുകൾ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് സാന്ത്വന വചസ്സുകൾ ആശ്വാസം പകരുന്നതും ചേർത്ത് പിടിക്കുന്നതുമാകണം. സ്നേഹത്തിന്റെ വാക്കുകൾ എപ്പോഴും എവിടെയും അംഗീകരിക്കപ്പെടും. വാക്കുകളെ എപ്പോഴും മനോഹരമാക്കുന്നത് വേണ്ടപ്പോൾ മാത്രം സംസാരിക്കുകയും വേണ്ടത് മാത്രം സംസാരിക്കുകയും ചെയ്യുന്നവരാണ്. വാക്കാണ് പരമസത്യം. നല്ല വാക്കുകൾ പറയുന്നവരായി, അതിനനുസരിച്ച് ജീവിക്കുന്നവരായി നമുക്ക് മാറാം. നമുക്കും മറ്റുള്ളവർക്കും മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിൽ പ്രഭാവലയങ്ങളാകട്ടെ നമ്മിൽ നിന്നുതിരുന്ന ഓരോ വാക്കുകളും. വാക്കുകളെ നന്മയുടെ ജ്വാലയാക്കി മാറ്റുക.